തെരുവുവിളക്കുകൾ പ്രവർത്തിക്കാത്തതായതോടെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് റോഡിൽ രാത്രിയിൽ ദുരിതയാത്ര. മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച തെരുവു വിളക്കുകൾ ഇതുവരെയും പ്രവർത്തനക്ഷമമാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഇരുട്ടിലായിരുന്ന ബൈപ്പാസ് റോഡിൽ നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വിവിധ ഭാഗങ്ങളിൽ തെരുവു വിളക്കുകൾ സ്ഥാപിച്ചത്. രാത്രി സമയങ്ങളിൽ ബൈപ്പാസിൽ മുഴുവൻ കൂരിരുട്ടായത് കാരണം അപകടങ്ങളും തുടർക്കഥയാണ്. ഇതിനകം തന്നെ ബൈപ്പാസ് റോഡിൽ നിരവധി അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. മഴ പെയ്താൽ റോഡിന്റെ വശങ്ങളിലേക്കുള്ള കാഴ്ച പരിമിതപ്പെടുന്നതും യാത്ര കൂടുതൽ അപകടകരമാവുകയാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിരവധി വാഹനങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബൈപ്പാസിൽ ആവശ്യമായ ലൈറ്റിംഗ് സൗകര്യം ഇല്ലാത്തത് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്രധാന റോഡിനൊപ്പം സർവീസ് റോഡുകളിലും മതിയായ തെരുവു വിളക്കുകളുടെ അഭാവം വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് ശേഷം തെരുവു വിളക്കൽ സ്ഥാപിക്കുകയും ഏകദേശം 7-8 മാസത്തോളമായി തെരുവു വിളക്കൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സ്ഥാപിച്ച ലൈറ്റുകൾ കത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചോനാടം പോലുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് സർവീസ് റോഡുകളിൽ രാത്രികാലങ്ങളിൽ ഒരുപാട് ആളുകൾ കടന്നു പോകുമ്പോൾ ലൈറ്റില്ലാത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. കൂരിരുട്ടിൽ അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ കാട്ടുപന്നിയും അതുപോലെ തന്നെ മുള്ളം പന്നിയും പെരുമ്പാമ്പും അടക്കമുള്ള ഇഴജന്തുക്കൾ അടക്കം ഇല്ലാത്ത പൊതുജനങ്ങൾക്ക് ഭയാനകമായ രീതിയിലേക്ക് പോവുകയാണ്. എനിക്ക് പറയാനുള്ളത്, നാഷണൽ ഹൈവേ അതോറിറ്റി എത്രയും പെട്ടെന്ന് പ്രസ്തുത വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ തെരുവുവിളക്കൽ കത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സർവീസ് റോഡുകളിൽ ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും സാന്നിധ്യം കൂടുതലായതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും പേടിയോടെയാണ് സഞ്ചരിക്കുന്നത്. പല ഭാഗങ്ങളിലും കുറ്റിച്ചെടികൾ വളർന്നതിനാൽ രാത്രിയിൽ ജീവികളെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നിരവധി തവണ നായ്ക്കൾ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടിയെത്തുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രഭാത സവാരിക്കാരും ഭീതിയിലാണ്. ഇരുട്ടിന്റെ മറവിൽ സർവീസ് റോഡുകളുടെ വശങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലും മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.